ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ഫഹദ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോ ചെയ്തത് നമുക്ക് പ്രൈമറി എക്സസൈസിനെ പറ്റിയിട്ടായിരുന്നു. വരയ്ക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് കൈക്കൊരു ഫ്ലോ വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ഡ്രോയിങ്സ് വരച്ച് പഠിക്കാം, ഡ്രോയിങ്സ് അല്ല ഒരു എക്സസൈസ് എന്തൊക്കെ ചെയ്ത് പഠിക്കാമെന്നതിനെ പറ്റിയിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് റിയലിസ്റ്റിക് ആയിട്ട് ഒരു കണ്ണെങ്ങനെ വരയ്ക്കാം എന്നതിനെ പറ്റിയിട്ടാണ്. നമുക്കറിയാം, ഒരാളുടെ മുഖത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഒരു അട്രാക്ഷൻ പോകുന്നത് അവരുടെ കണ്ണുകളിലേക്കായിരിക്കും. കാരണം കണ്ണാണ് ഒരു മെയിൻ ഭംഗി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, ആദ്യം തന്നെ നമ്മുടെ കണ്ണ് വരയ്ക്കാൻ നമുക്ക് പഠിക്കാം. കഴിഞ്ഞ വീഡിയോ ആണ് ഇതിൻ്റെ തുടക്കം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ച് എക്സസൈസിനെ പറ്റി പറഞ്ഞിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ആദ്യം അത് കാണുക, അതിനുശേഷം ഇതിലേക്ക് കടക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആദ്യം കണ്ണിലേക്ക് കടക്കുകയാണ്. ആദ്യം നമ്മൾ കണ്ണിൻ്റെ മേലെ പോള വരയ്ക്കാം. ഇങ്ങനെയാണ് നമ്മുടെ കണ്ണിൻ്റെ മേലെ പോള വരുന്നത്. അതിനുശേഷം ഇവിടെയായിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ ഒരു കർവ് ഇടുക. അതിനുശേഷം ഇങ്ങോട്ടേക്ക് ഇങ്ങനെ എടുക്കാം. പിന്നെ ഇത് നമ്മുടെ ഔട്ട്ലൈനാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക്, കണ്ണിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു കട്ടിങ് ഉണ്ടാവും. നമ്മൾ കണ്ണാടിയിലൊക്കെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അടിയിലേക്ക് ഇങ്ങനെ വരയ്ക്കുക. അതിനുശേഷം കണ്ണ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്യുക, കൃഷ്ണമണി. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലായിട്ട് ഒരാൾ നിൽക്കുകയാണ്, ഒരു നോർമൽ എക്സ്പ്രഷനിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ പകുതിയെ കാണുക, കണ്ണിൻ്റെ ഈ കൃഷ്ണമണിയുടെ പകുതിയേ ഉണ്ടാവുള്ളൂ. നമ്മൾ ചിലവരിങ്ങനെ ഇതിനുള്ളിൽ കറക്റ്റ് ഇങ്ങനെ റൗണ്ടായിട്ട് വരയ്ക്കും, പക്ഷെ അങ്ങനെയല്ല ഉണ്ടാവുക. നമ്മൾ ശ്രദ്ധിച്ച് കണ്ണാടിയിലൊക്കെ നമ്മുടെ മുഖം തന്നെ നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് നമ്മുടെ ഓരോ മുഖത്തെ ഓരോ അവയവത്തിൻ്റെയും നിൽപ്പ് ശരിക്കും മനസ്സിലാവും. അടി ഏകദേശം ഇങ്ങനെ മുട്ടും കൃഷ്ണമണിയുടെ. ഇതിൽ മുട്ടിയില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുക. മേലേക്ക് ഈ ഒരു റൗണ്ട്, ഈ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു റൗണ്ട് ഇങ്ങനെ പുറത്തേക്ക് കൂടെ ഇങ്ങനെയാണ് വരിക. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ട് അത് കട്ട് ചെയ്യുക. ഇങ്ങനെ ഉണ്ടാവും. പിന്നീട് ഈ ഉള്ളിലെ ഈ കൃഷ്ണമണി ഐറിസ് അത് കറക്റ്റ് സെൻട്രലായിരിക്കും വരിക. അത് നമുക്കൊന്ന് അടയാളപ്പെടുത്താം. ഇങ്ങനെ വരും. നമ്മുടെ കണ്ണിലേക്ക് ഗ്ലെയർ അടിക്കുമ്പോൾ ഇവിടെ ചിലവർ ഇതിൽ റൗണ്ടായിട്ടിടും, ചിലവരിങ്ങനെ നമുക്ക് ഇങ്ങനെ പെട്ടിയായിട്ടിടും. നമുക്ക് എന്തായാലും പെട്ടിയിടാം. സാധാരണ പെട്ടിയാണ് ഉപയോഗിക്കാറ്. നോർമലും വെളിച്ചം കണ്ണിലേക്ക് അടിക്കുന്ന സമയത്ത് പെട്ടി രൂപത്തിലാണ് നമ്മുടെ കണ്ണിൽ വരാറ്. ഒരു ബോക്സ് ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ ഉണ്ടാവും. ഇനി എന്താണ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വെറുതെ ഇതിലൊരു ചെറിയൊരു ഷെയ്ഡ് ഇടാം. ഇത് നമ്മളൊരു റഫായിട്ട് ഒരു ഷെയ്ഡ് ഇടുന്നതാണ്. ഓക്കെ. അതിനുശേഷം കണ്ണിൻ്റെ പുറത്തേക്ക് ഒരു ചെറിയൊരു മടക്കുണ്ടാവും ഈ പോളയുടെ. അങ്ങനെ ഇവിടെ ഏകദേശം ഇങ്ങനെ ഒരു കുറച്ച് പൊങ്ങിയിട്ടും ഇങ്ങോട്ടേക്ക് കുറച്ചിങ്ങനെ ചേർന്നിട്ടുമായിരിക്കും. ഇങ്ങോട്ടേക്കും ഏകദേശം ഇങ്ങനെ ചേർന്നിട്ടായിരിക്കും. ഇവിടെ അധികം അടുക്കുകയില്ല. ഈ ഒരു രൂപത്തിൽ വരും. അതിനുശേഷം നമ്മുടെ ഒന്ന് ഡാർക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് HB പെൻസിലാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു 2B അല്ലെങ്കിൽ 4B എടുക്കാം. ഇപ്പോൾ ഞാനിതാ 4B എടുക്കുകയാണ്.
നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ കൂടി ചെയ്യുന്നതായിരിക്കും പുരുകത്തിനൊക്കെ പറ്റിയിട്ട്. ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് കണ്ണാണ് ശ്രദ്ധിക്കുന്നത്. പിന്നീട് ഇങ്ങോട്ടേക്ക് വരും. ഈ പുരുകത്തിന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ വരും, അതിനുശേഷം മുകളിലേക്ക് തുടക്കത്തിൽ ഇങ്ങനെ, അതിനുശേഷം ഇങ്ങോട്ടേക്ക്, അതിനുശേഷം ഇവിടെ ആയിട്ട് ഇങ്ങനെ താഴേക്ക്, അങ്ങനെയാണ് ഉണ്ടാവുക. പിന്നെ നമ്മൾ കണ്ണ് പൂർത്തിയാക്കിയിട്ടില്ല. ഇത് ബ്ലെൻഡിങ് ടൂളാണ്. ഇത് ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കിയതാണ്. ഇത് സിമ്പിളായിട്ടാണ് നമുക്ക് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ അടുത്തൊരു വീഡിയോ ബ്ലെൻഡിങ് ടൂളും കുറച്ച് ടൂൾസ് എങ്ങനെ ഉണ്ടാക്കാമെന്നതിനെ പറ്റിയിട്ട് അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഞാനിപ്പോൾ അത് സിമ്പിളായിട്ട് പഠിക്കാൻ പാകത്തിന് ഭയങ്കര കുറച്ച് റഫായിട്ടാണ് ഈ ഒരു പിക്ചർ ചെയ്തിരിക്കുന്നത്. റിയലിസ്റ്റിക് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, പിന്നീട് ഒരു വീഡിയോയിൽ വേണമെങ്കിൽ നമുക്കങ്ങനെ പരിചയപ്പെടുത്തി തരാം. ഇല്ലെങ്കിൽ അവസാനം നമുക്ക് എല്ലാ അവയവവും കൂടി റിയലിസ്റ്റിക് ആയിട്ട് മുഖത്ത് ഒന്ന് ഒരു ഫേസ് തന്നെ ഇവിടെ വരച്ച് കാണിക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ കണ്ണിനെ പറ്റി പഠിച്ചിരിക്കുന്നു നമ്മൾ. അപ്പോൾ നിങ്ങളിതൊന്ന് പ്രാക്ടീസ് ചെയ്യുക ശരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ പോയിൻറ്റ്സൊക്കെ പോലെ തന്നെ കൺപീലിയാണെങ്കിൽ ഇങ്ങോട്ടേക്ക്, അതേപോലെ ഇവിടെ ഒരു ബോക്സ്, ഇത് നമ്മൾ സാധാരണ കണ്ണിലുണ്ടാവും. നമ്മൾ കണ്ണാടിയിലേക്ക് നമ്മുടെ കണ്ണിങ്ങനെ സൂക്ഷിച്ച് നോക്കി നമുക്ക് മനസ്സിലാവും. ഈ ഒരു സൈഡിലായിട്ട് ചെറിയൊരു വെളിച്ചം നമുക്ക് കാണാം. അത് കൂടുതലും ഇങ്ങനെ ഒരു ബോക്സ് ആവാനാണ് സാധ്യത. അങ്ങനെ അല്ലെങ്കിൽ 2 ബോക്സ് അങ്ങനെ കുറച്ച് ടൈപ്പിലുണ്ടാവും. പിന്നെ അതേപോലെ ഈ കൺപീൽ ഇങ്ങനെ മുകളിലേക്ക് ഇടുന്നില്ല നമ്മൾ, അതേപോലെ തന്നെ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിലേക്ക് ചെറിയ ഒരു തോതിൽ ഇങ്ങനെ ഒരു ഡിസൈനും ഉള്ളിലേക്ക് ഇങ്ങനെ വരും. അത് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. അതുവരെ ഗുഡ് ബൈ.